എന്താണ് ഈ നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും എന്നാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ പഴയമത്തിൽ നിന്നും അനുമാനിച്ച് എടുക്കുന്നതാണ്. അവ രണ്ടും 4 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രസംഗത്തിന് കുത്തിടും. ഒന്നാമത്തെ കാര്യം, നോഹയെക്കുറിച്ച് അറിയാമല്ലോ. പണ്ടൊരു നോഹയപ്പൂപ്പൻ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിലൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നോഹയപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അബ്രഹാമിനെയും നോഹ അപ്പൂപ്പനെയും ഒക്കെ നമ്മളിങ്ങനെ കഥ പറഞ്ഞാണ് പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുക. നമുക്കിപ്പോൾ അവരൊന്നും വലിയ കഥാപാത്രങ്ങളല്ല. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകന് പിള്ളേരോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ നിനക്കെന്താണ് ആഗ്രഹം? ഒരു കുട്ടി ചാടി പറഞ്ഞു, അബ്രഹാമിൻ്റെയും നോഹയുടെയും താടികൾ തമ്മിൽ കൂട്ടിക്കെട്ടി ഒരു ഊഞ്ഞാലാടിയ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. കാരണം സഭയിൽ വന്ന കാലം മുതലേ കേൾക്കുന്നതാണ് ഈ അപ്പൂപ്പന്മാരുടെ താടിയുടെ നീളം. സൺഡേ സ്കൂളിന് ശേഷം ഇതേ ചോദ്യം സഭയിൽ പാസ്റ്റർ ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ആരും മിണ്ടുന്നില്ല. ഒടുവിൽ പാസ്റ്റർ ചോദിച്ചു, പറയൂ കേൾക്കട്ടെ. ഒരച്ചായൻ പറഞ്ഞു, ആദ്യം ചെല്ലൂന്ന് നോക്കട്ടെ പാസ്റ്റർ, പിന്നെ വേണ്ടേ ഊഞ്ഞാലാട്. കുട്ടികൾ സ്വർഗത്തിലെത്തി ഊഞ്ഞാലാടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ യൂത്തൊക്കെ അവിടെ കയറിക്കഴിഞ്ഞു. മൂത്തവർ ഇതുവരെ കയറണമെന്ന് തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഈ നോഹയുടെ കാലഘട്ടം. ഗംഭീരമാണത്. അത് പ്രസംഗിക്കാൻ ഒട്ടേറെ സമയങ്ങൾ വേണമെങ്കിലും നമുക്കത് ചുരുക്കമായിട്ടും പ്രസംഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പ്രസംഗം ചുരുക്കി നീട്ടിയൊക്കെ പറയാമല്ലോ. രക്തചുരുക്കം. ഒരു 500 വയസ്സായപ്പോൾ 5-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നോഹയുടെ പ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ സംഭവം ഇവിടെ നടക്കുകയാണ്. നടക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഭൂമിയിൽ നടന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെയൊക്കെയാണോ ആളുകൾ ഭൂമിയിൽ ജീവിക്കുന്നത്? ഞാൻ അവരെ നശിപ്പിക്കാതിരിക്കുവാൻ ശ്രമിച്ചതാണെങ്കിലും ഇത് തുടരാനൊക്കില്ല, അതുകൊണ്ട് നശിപ്പിക്കാൻ പോവുക. അങ്ങനെ ഒരു ജലപ്രളയം കൊണ്ടുവരികയും ആ ജലപ്രളയത്തിലൂടെ അരരാത്ത പർവ്വതം വരെ വെള്ളം മൂടുകയും ഒരു പുതിയ റീപ്ലനിഷ്, വീണ്ടും നിറയുവാനുള്ള ഒരവസരം ദൈവം കൊടുക്കുകയും ചെയ്തു. ഏകദേശം 100-ലധികം വർഷം അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ് ചില ചിന്തകന്മാർ കണക്കുകൾ കൂട്ടി പറയുന്നത്. തെറ്റാൻ ഇടയില്ല. 1 വർഷവും 1 മാസത്തിലേറെയും പെട്ടകത്തിനകത്ത് ഇരുന്നു എന്നുള്ളതും തെറ്റാനിടയില്ല. ചില ആളുകൾ അന്ധമായി വിശ്വസിക്കുന്നത് 40 ദിവസമേ പെട്ടകത്തിൽ ഇരുന്നുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല. 1 വർഷത്തിലേറെ. 500-ാമത്തെ വയസ്സിൽ ഉണ്ടാകുന്നു. 600-ാമത്തെ വയസ്സിൽ ഈ പ്രസംഗം നിർത്തിയിട്ട് പ്രളയം ഉണ്ടാകുക. 601-ാം സംവത്സരമാണ് അദ്ദേഹം പിന്നെ വരുന്നത്. അപ്പോൾ 1 വർഷം 1 മാസം ഒരു പെട്ടകത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അതിനെ നമുക്ക് പെട്ടെന്ന് പ്രസംഗിച്ചൊന്നും വിടാനും നോക്കുന്ന കാര്യമൊന്നും വളരെ പ്രശ്നം. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. എല്ലാം കൂടെ പറയാൻ സമയം പോരല്ലേ. 1 വർഷം 1 മാസം ഒരു മുറിക്കകത്ത് 8 പേരൊക്കെ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മണിക്കൂർ ഇരിക്കുമ്പോഴുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഈ 1 വർഷമൊരു മുറിക്കകത്ത് അത് 8 പേരെന്ന് ചുമ്മാ പറയുന്നല്ല. നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അവിടെ നോഹയുണ്ട്, കുടുംബമുണ്ട്, 3 മക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ നോട്ടത്തിൽ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും 3 മരുമക്കൾ അവിടെയുണ്ട്. അതൊരു സത്യമാണ്. ഒരമ്മായിയമ്മയും അവിടെയുണ്ട്. ഇനി ബാക്കി നിങ്ങൾ ചിന്തിക്കും. 3 മരുമക്കളും ഒരമ്മായിയമ്മയും കൂടെ ഒരു മുറിക്കകത്ത് 1 കൊല്ലം ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തയിലേക്ക് നമുക്ക് വരാം. ഈ സംഭവത്തെ ആണ് ഇവിടെ പറയുന്നത്. നോഹയുടെ കാലം ഒരു സിമ്പലാണ്, ഒരടയാളമാണ്. അതേപോലെ
ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാമതെന്ന് പറയുന്ന പോലെ അതുപോലെ ഒരു കാലം യേശുവിൻ്റെ വരവിന് മുൻപ് ഉണ്ടാകും. എന്താണ് ആ കാര്യങ്ങൾ? ഒന്ന്, അവിടെ വായിക്കുന്നൊരു പദം ഇതാണ്, തിന്നും കുടിച്ചും. മറ്റു ചില ആശയങ്ങളൂടെ പങ്കുവെക്കുമ്പോൾ വിറ്റും നട്ടും എന്നും കൂടെ ചേർത്ത് വെക്കാം. അപ്പോൾ തിന്നും കുടിച്ചും വിറ്റും നട്ടും പോരുന്ന ഒരു കാലമായിരുന്നു നോഹയുടെ കാലം. അതിന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഉണ്ടല്ലോ. രണ്ട്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് സഭയ്ക്കകത്തളങ്ങളിലാണ് ശക്തമായിട്ട് പറയേണ്ടതെങ്കിലും പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്നുകൊണ്ട് പറയുകയാണ്. ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. അതാണ് മാരകമായ പ്രശ്നം. അതായിരുന്നു, ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. അതൊരു പ്രശ്നമായി. അത് ഈ കാലങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ നോക്കണം. മൂന്നാമത്തെ കാര്യം പഴയമത്തിൽ നിന്നാണ് എടുക്കുന്നത്. പുതിയമത്തിൽ അതങ്ങനെ അക്ഷരപ്രകാരം രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്ന്, നോഹയുടെ പ്രസംഗം എല്ലാവരും കേട്ടെങ്കിലും ഒരാളും അത് അംഗീകരിച്ചില്ല. നമ്മൾക്ക് എത്ര കൊല്ലമായി ഇവിടെ പ്രസംഗം നടത്തുന്നുമില്ലേ? ഞാനൊക്കെ ഒരു കൺവെൻഷനിൽ തന്നെ പോയി പ്രസംഗിച്ച് ഏതാണ്ട് 20 വർഷത്തോളം ഒരേ കൺവെൻഷനിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അത്രയും ഒരു സഭ നടത്തുന്ന 20 കൊല്ലം അടുപ്പിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. 10-15 ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിരിക്കുന്ന എറണാകുളത്തും തിരുവല്ലയിലുമാണ്. ഒരു വലിയ കൂട്ടായ്മകളിൽ 115 പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, 2 സഭയിൽ. എന്തോരം പ്രസംഗങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമ്മളെന്തോരം ട്രാക്റ്റുകളാണ് കൊടുക്കുന്നത്. എത്ര കാലമായി നമ്മൾ പ്രസംഗിക്കുന്നു. പക്ഷേ കേൾക്കുന്നുണ്ട്, പക്ഷേ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിച്ചുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുന്ന പെട്ടകത്തിനകത്ത് കയറുന്നില്ല. സുവിശേഷ പ്രസംഗത്തെ അവഗണിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തേത്. നാലാമത്തെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഇത്രയും ആളുകളിത് കേട്ടിട്ടും അവഗണിച്ചെങ്കിലും നോഹ പറഞ്ഞത് സംഭവിച്ചു. മഴ പെയ്തു, പെട്ടകം അരരാത്തിൻ്റെ മുകളിലെത്തി. ഈ 4 കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ പറയാമെന്ന് ചിന്തിക്കുന്നു. ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്? വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന ഒരു കാലമായിരുന്നു നോഹയുടെ കാലം. നിങ്ങൾ ആ ജലപ്രളയത്തിൻ്റെ കാര്യമൊക്കെ ചിന്തിച്ചാൽ മതി. സുവിശേഷ ഭാഗത്ത് പിന്നെ പറയുന്നത് നോഹയുടെ കാലം ജലപ്രളയം വരുന്നത് വരെ അവരിതൊന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോഴും ഇതൊന്നും അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും കളിക്കാനും ചിരിക്കാനുമുള്ള ഒരു സ്ഥലവും സന്ദർഭങ്ങളുമായിട്ട് അവരുടെ ജീവിതം മാറിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ പദത്തിൻ്റെ ആശയത്തോട് തുല്യം വെക്കാവുന്നൊരു പദമുണ്ട്, ലോത്തിൻ്റെ കാലഘട്ടം. ആ പട്ടണത്തിലുള്ള ദുഷ്കാമ പ്രവർത്തികൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു വലഞ്ഞ നീതിമാനായ ലോത്ത്. നീതിമാനാണ്, പക്ഷേ പട്ടണത്തിൽ നടക്കുന്ന ഒരു കാര്യവും വിടുകയില്ല. എല്ലാം പോയി കാണും. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നത് വിശദീകരിക്കലായിരിക്കും പണി. അതുകൊണ്ടാണ് അപ്പൻ കാര്യം പറഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു കളി പറയുന്നു എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതിലേക്ക് നമ്മുടെ ആത്മീക കൂട്ടായ്മകൾ മലക്കം മറിയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 43 വർഷമായി. ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ വീട്ടിൽ നിന്ന്, ഒരു യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു മകനേ ഞാനുള്ളൂ. 2 സഹോദരിമാരാണ്. എൻ്റെ അപ്പൻ്റെ സഹോദരിയാണ് പെന്തക്കോസ്തിൽ ആദ്യം വന്നത്. എന്നോട് സുവിശേഷം പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഉപദേശി വന്നു. ഞാൻ വചനം സ്വീകരിച്ചു. രക്ഷിക്കപ്പെട്ടപ്പോൾ വലിയ പ്രശ്നമായി. അറിയാമല്ലോ, ഒരു മോനേ ഉള്ളൂ. പള്ളിയുടെ മുൻവശത്തെ വീട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. 1350 വീട്ടുകാരുള്ള ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നൊരു വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നത് എങ്ങോട്ടാ? 2.25 സെൻറ്റിലുള്ള ഓലമേഞ്ഞ കൈകൾ കൊണ്ട് മെടഞ്ഞെടുത്ത തഴപ്പായും
കൈകൾ കൊണ്ട് മെഴുകിയെടുത്ത ഒരു ചാണകത്തറയും ഒരു വശം പൊട്ടിയ ഒരു തമ്പേറും ഒടിഞ്ഞു തൂങ്ങിയ കുറച്ച് പായകളും 4 നെറ്റി മാത്രം കെട്ടിപ്പൊക്കി ഭിത്തി പോലുമില്ലാത്ത ഈ 2.25 സെൻറ്റിനകത്ത് ഇറച്ചിക്കട പോലെ ഇരിക്കുന്ന ഒരു ഷെഡിലാണ് ഞാൻ 1350 വീട്ടുകാരുള്ള പള്ളി വിട്ടിച്ചും ആരാധനയ്ക്ക് വേണ്ടി കയറിയത്. എൻ്റെ അപ്പൻ അതൊരിക്കൽ കണ്ടപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചു, എടീ ഞാൻ വിചാരിച്ചു ഇവൻ ഇതിനേക്കാൾ വലിയ പള്ളിയിലോട്ടാണ് പോയത്. നമ്മളങ്ങനെയാണല്ലോ. ഈ ചെറുക്കൻ്റെ തലയ്ക്ക് ഓളമാണ് എന്ന് പറഞ്ഞാൽ വട്ടാണെന്നാണ് പറഞ്ഞത്. ഈ ചെറിയ ഹോള് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നൊക്കെ നമ്മുടെ യോഗങ്ങളൊരു പ്രധാനപ്പെട്ട സംഗതി എന്നാന്ന് വെച്ചാൽ വലിയ തീറ്റയ്ക്കും കുടിക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ആരാധനകൾക്കും വചന വെളിപ്പാടുകൾക്കും സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കുമുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. എന്നാൽ അതെല്ലാം കൈവിടപ്പെട്ടു പോയൊരു ദൈവസഭകളിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുടുംബയോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊന്നും കുടുംബയോഗങ്ങൾ ഞങ്ങൾ ലേലം ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് കുടുംബയോഗങ്ങളൊക്കെ ലേലം ചെയ്യുക. ബുധനാഴ്ച കുടുംബയോഗം എവിടെ വെക്കണ്ടേ, 1, 2, 3 തരമൊക്കെ പറഞ്ഞ് ലേലം ചെയ്യുമ്പോഴാണ് ആരുടെയെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ എന്താ കാര്യം അറിയാമോ? കുടുംബയോഗം വെച്ചാൽ ആരും വരുന്നില്ല. അതിൻ്റെ കാരണം തിരക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് പിള്ളേരൊന്നും കുടുംബയോഗത്തിന് വരികയില്ല. അതിൻ്റെ ഒരു കാരണം പരീക്ഷയാണ്, പഠിക്കാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ കൂടെ കാരണന്മാരും ഇരിക്കും. പക്ഷേ കുറച്ചും കൂടെ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കുടുംബയോഗത്തിന് നല്ല ശാപ്പാട് കൊടുക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ചില പിള്ളേർ ചോദിക്കും, കുടുംബയോഗത്തിന് എന്താ മമ്മി ഫുഡ്? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. വല്ല പിസ്സായോ വല്ല ചിക്കൻ ബിരിയാണിയോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഏത് മീറ്റിങ്ങിലും ഭക്ഷണം വിളമ്പുന്ന അന്ന് ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ആൾ കൂടുതലായിരിക്കും. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ തീരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവസാന ദിവസത്തിൽ ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ആൾക്കാരായിരിക്കും. അതുപോലെ അതിനേക്കാൾ രസകരമെന്ന് പറയുന്നത് ഈ 3 മണിക്കൂറൊക്കെ ആരാധിക്കുമ്പോൾ വാ തുറക്കാത്തവർ അത് കഴിഞ്ഞ് ആ ഭക്ഷണശാലയിൽ തുറക്കൽ കണ്ടാൽ എൻ്റെ പൊന്നോ, ഒച്ചപ്പാടും ബഹളവും എന്നോന്നറിയുമോ, ഇത്രയും ശബ്ദം ഈ ആളുകൾക്ക് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. വാസ്തവത്തിൽ കൈപോലും കഴുകത്തില്ലെന്ന് ഞാൻ തമാശ രൂപത്തിൽ പറയാറുണ്ട്. ഞാനെന്നാളൊരു കല്യാണത്തിന് ചെന്നപ്പം കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞാൽ വിവാഹ ശുശ്രൂഷ നടത്തിയിട്ട് ചെല്ലുമ്പം സഭാഹാള് നിറഞ്ഞു. സഭാഹാളല്ല, ഡൈനിങ് ഹാള് നിറഞ്ഞു. ഞാൻ ചോദിച്ചു, സീറ്റൊന്നുമില്ലേ? ഒറ്റ സീറ്റും ഇല്ല സാറേ. ഞാൻ പറഞ്ഞു, എനിക്ക് നെടുങ്ങാടപ്പള്ളിയിൽ എത്താനുള്ളതാ, ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരണം. എൻ്റെ സാറേ ഒരു സീറ്റും ഇല്ല. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? കല്യാണം ഇപ്പം കഴിഞ്ഞല്ലേ ഉള്ളൂ. ആ പുള്ളി പെന്തിക്കോസുകാരനായതുകൊണ്ട് എന്നോട് പറയുക, ഇത് യഹോവയാൽ സംഭവിച്ചു. സാറിൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇനി അതിലേക്കാ രസം, അല്പം ക്ഷമയോടെ ഞാൻ നിൽക്കുമ്പം, പോയി കൈയൊക്കെ കഴുകി നിൽക്കുമ്പം, കൈ കഴുകി ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് വരുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, കൈ കഴുകുന്ന സ്ഥലം എവിടാ? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ മഹാൻ കൈ കഴുകിയല്ല കയറിയത്. ഇനി ഞാനെന്താ കൈ കഴുകാൻ കയറണം? സ്ഥലം കിട്ടാത്തതുകൊണ്ട്, വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും കഴുകുകയില്ല. അപ്പം ഇതിനൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. കേട്ടോ, ഭൗതികമായ ഭക്ഷണത്തോട് നമ്മുടെ ഭയങ്കര താല്പര്യം നമ്മളെല്ലാ സ്ഥലത്തും കാണാം. കോളേജിൽ ഒരു പ്രൊഫസർ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വിശക്കുന്ന ആളുകളുണ്ടോ? കോളേജിലെ പിള്ളേർ ചോദിച്ചു, സാറിന് വട്ട, അതൊക്കെ പണ്ട്. സാറേ ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരത്തിന് വിശക്കുന്ന ദാരിദ്ര്യം പിടിച്ചവരൊന്നും ഇല്ല സാറേ. സാറ് പറഞ്ഞു, ഉണ്ടടാ. നിങ്ങൾ ആ കല്യാണം നടക്കുമ്പം ഭോജനശാലയുടെ വാതിക്കലേക്ക് നോക്കിച്ചാൽ മതി. പാൻറ്റും ഷർട്ടൊക്കെ ഇൻ ചെയ്ത് ടൈയൊക്കെ കെട്ടി നിൽക്കുന്ന ആളുകൾ ഷട്ടർ പൊക്കുമ്പം ഇടിച്ച് കയറാൻ നിൽക്കുന്ന ആ നിപ്പ് കണ്ടാൽ അറിയാം ഒരു നേരത്തെ ആഹാരത്തിന് വിശക്കുന്ന പട്ടിണി പാവങ്ങളെ കാണാൻ. എവിടെ വന്നാൽ മതി? ഭോജനശാലയുടെ വാതിക്ക വന്നാൽ മതി. ഞാൻ ചോദിക്കട്ടെ, 3 ദിവസമായി ഇവിടെ ആത്മീയ ആഹാരം വിളമ്പുക, ഇവിടെ വല്ല തിരക്കുണ്ടാവും? എന്തോരം കസേരയാണ് ബാക്കി കിടക്കുന്നത് ഇല്ലേ? ഇത് പതിവിൽ കൂടുതൽ ആളുകളുണ്ട്.
യോഗം തീരാൻ പോവുകയാണല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ വല്ല തിരക്കുണ്ടോ? ഇടിച്ചു കയറുന്നുണ്ടോ? അപ്പം എന്ത് ആഹാരത്തോടാണ് നമ്മുടെ താല്പര്യം നമുക്ക് മനസ്സിലായോ? ഭൗതിക ആഹാരത്തോടാണ് ഇപ്പോഴും നമ്മുടെ താല്പര്യം കിടക്കുന്നത്. അത് വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നമ്മൾ 70 80 ഒക്കെ ജീവിക്കുമ്പം സുമാർ 80 ചാക്ക് അരി മുതൽ 90 ചാക്ക് അരി വരെ ഭക്ഷണം കഴിക്കുമെന്നാണ് ആളുകൾ കണക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 90 ചാക്ക് അരിയുടെ ഭക്ഷണം കഴിച്ച വയറാണ് നമ്മുടെ വയറ്. 50 കഴിഞ്ഞവർക്ക് അത്രയില്ല, കണ്ടാൽ അത്രയും പറയത്തില്ല, ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ വലിപ്പമേ ഉള്ളൂ. ചിലരൊക്കെ ഒരു മല്ലിച്ചാക്ക് പോലെ ആയിട്ടുണ്ട്. എന്നാലും ഓർത്തോളം അച്ഛാ, ഈ 50 കഴിഞ്ഞപ്പം കഴിച്ച 70 80 ചാക്ക് അരിയുടെ ആഹാരം എവിടെ പോയി? മറപ്പുരയിലേക്ക് പോയി. മറപ്പുരയിൽ പോയി എന്ന് പറയുമ്പം ഇതിലെ പോകുന്ന JCB കൊണ്ട് കിളച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. അത് മണ്ണിലേക്ക് പോയി. എന്താണ് അതിനർത്ഥം എന്നറിയാമോ? താങ്കൾ മണ്ണിലേക്ക് ചേരുന്നത് വരെ ഈ മണ്ണിൽ നിന്നും എടുക്കുന്ന ആഹാരം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ മറ്റൊരാഹാരം വേദപുസ്തകത്തിനകത്തുണ്ട്. അത് വിണ്ണിൽ നിന്നും ലഭിക്കുന്ന ആഹാരമാണ്. ആ ആഹാരമാണ് സ്വർഗീയ മന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 3 ദിവസങ്ങൾ ഈ സഭയ്ക്ക് ഇഷ്ടം പോലെ പൈസ ബാങ്കിൽ മിച്ചം കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയെങ്കിലും ചെലവഴിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യോഗമല്ല സുഹൃത്തേ. ഈ യോഗം ഇല്ലാതിരുന്നിട്ടും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചും ജാഗരിച്ചും നാളുകളും മാസങ്ങളും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരമെന്ന് പറയുന്നത് ഈ 3 ദിവസമായി നിങ്ങൾ കഴിക്കുന്ന ഈ ആത്മീക ആഹാരം ഒരു കല്ലറയിലും മണ്ണിലും ഒതുങ്ങുന്നതല്ല. മറിച്ച് കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ കാലങ്ങൾ കഴിയുന്ന വിത്തിൻ്റെ മോടം പൊട്ടി മുള പുറത്തു വരുന്ന പോലെ ക്രിസ്തുവിൽ വിശ്വസിച്ചാണ് മരിക്കുന്നതെങ്കിൽ ഒരു ഉയർപ്പ് വാഗ്ദാനം ചെയ്യുന്ന ആത്മീക ഭക്ഷണമാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ഞാനും നിങ്ങളും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരെ കണ്ടമാനം ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊരു സുവിശേഷ പ്രസംഗകനാണ്. ഇന്ന് രാത്രി യാത്ര ചെയ്യും. ട്രെയിനിലായതുകൊണ്ട് ഞാൻ പറയുന്ന കാഴ്ചകൾ കാണാൻ ഒക്കില്ല. മിക്കവാറും കൊട്ടാരക്കര വരെയൊക്കെ ഞാൻ വാഹനം ഓടിച്ചാണ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഒരു ചായ കുടിക്കാനൊക്കെ ഹോട്ടലുകളിൽ കയറുന്ന സമയത്ത് ക്ഷീണം മാറ്റാൻ പകൽ സമയത്തേക്കാൾ തിക്കും തിരക്കുമുള്ള രാത്രി ഹോട്ടലുകൾ തുറന്നിരിക്കുന്നത് എത്രയോ ആശ്ചര്യകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി അതിലേറെ രസം, ഒരു 10 പൈസ വരുമാനമില്ലാത്ത നമ്മുടെ തലമുറകൾ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ ആക്ഷേപിക്കാനൊന്നും അല്ല കേട്ടോ, ഞാനൊരു കാര്യം വേണ്ടി പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 1000 രൂപയുടെ ബില്ല് മാറാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന്, ഇപ്പോൾ പുതിയ ഭക്ഷണമൊക്കെ ആണല്ലോ ഇല്ലേ, അൽഫാമും കുഴിമന്തിയും ചിക്കൻ 65ഉം. നാളെ പറഞ്ഞു, ഞങ്ങൾ കുടുംബാട് പറഞ്ഞു, സാർ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഒരു പ്ലേറ്റ് എടുക്കട്ടെ. ഞാൻ ചോദിച്ചു, അതെന്ത് സാധനമാണാവോ? അങ്ങനെ ഒരു സാധനമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇതെല്ലാം ആളുകൾ ചിക്കന് വേണ്ടി ഇട്ടിരിക്കുന്ന പേരുകളാണ്. അപ്പം ഇതെല്ലാം കഴിക്കുന്ന പിള്ളേരോടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ്. അപ്പച്ചന്മാരുടെയും അമ്മച്ചന്മാരുടെയും കയ്യിൽ നിന്നൊക്കെ ചിലവരുടെ വാങ്ങുന്ന പൈസ കൊണ്ട് 1000 രൂപയും 2000 രൂപയും 1710 രൂപയുമൊക്കെ ബില്ലടയ്ക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും തോന്നാറില്ല. പക്ഷെ ഇന്ന് വരെ 1000 രൂപ നിങ്ങൾ സ്തോത്രക്കാഴ്ച ഇട്ടിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്ക്. ആ ഹോട്ടലിൽ വിളമ്പാൻ വരുന്ന ആ മനുഷ്യന് കുഴപ്പമില്ല. അവർക്ക് 50 കൊടുക്കുമ്പോൾ നമ്മുടെ പിള്ളേർ പറയും 100 കൊടുക്കടാ, ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് 100 കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ടിപ്പ് കൊടുക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 3 ദിവസം നടന്ന സ്തോത്രക്കാഴ്ചയിൽ നിങ്ങൾ 100 രൂപ ഇട്ടിട്ടുണ്ടോ? അപ്പോൾ ഏതിനോടാണ് നമ്മുടെ ആഗ്രഹമെന്ന് മനസ്സിലായില്ലേ? ഏതിനോട് ആഗ്രഹം? ഭൗതികമായ ആഹാരം കഴിക്കാൻ
1000-ഉം 2000-ഉം ഒരു നേരത്തെ ഭക്ഷണത്തിന് 400-ഉം 500-ഉം മുടക്കുമ്പോൾ ഒരു സുവിശേഷ പ്രസംഗത്തിന് മുമ്പിൽ 10 രൂപ വെച്ച് നീട്ടുന്ന നമ്മുടെ ആത്മീക ദാരിദ്ര്യം എന്നാണ് മാറുന്നത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് വിറ്റും നട്ടും തിന്നും കുടിക്കുന്ന ഒരു കാലഘട്ടം. എന്തിനാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ചോദ്യം കൂടെ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇതൊക്കെ ഏതറ്റം വരെ പോകുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അധിക നാളൊന്നും ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. തമാശ രൂപത്തിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, എത്ര എന്നൊരു ചോദ്യം ആളുകൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വന്ന ഒരാശയമാണ്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. 10 വയസ്സ് വരെ ആളുകൾ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? 10 വയസ്സുള്ള കൊച്ചിനോട് വയസ്സ് എത്ര, അതാ ചോദിക്കുന്നത്. 10 വയസ്സ് വരെ ആരെ കണ്ടാലും എത്ര, വയസ്സ് എത്ര എന്നാ ചോദിക്കുന്നത്. 20 വയസ്സ് വരെ ചോദിക്കുന്നത് മാർക്ക് എത്ര എന്നാ ചോദിക്കുന്നത്. ചോദ്യം എത്ര മാറുന്നില്ല. 30 വയസ്സാകുമ്പോൾ ചോദിക്കുന്നത് സാലറി എത്ര എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് വേണം കല്യാണം കഴിപ്പിക്കാൻ. 40 വയസ്സാകുമ്പോൾ ചോദിക്കുന്നത് മക്കൾ എത്ര എന്നാണ് ചോദിക്കുന്നത്. 50 വയസ്സാകുമ്പം ചോദ്യം രസകരമാണ്, ഷുഗർ എത്ര എന്നാണ്. 60 ആകുമ്പം ചോദിക്കുന്നത് പ്രഷർ എത്ര എന്നാണ്. 70 ആകുമ്പം ചോദിക്കുന്നത് കൊളസ്ട്രോൾ എത്ര എന്നാണ്. കാരണം ഇതിനകത്ത് 3 പേരും ഒരമ്മ പെറ്റ മക്കളാണ്. ഏത്? ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ. ഒരാളെങ്ങാനും വന്നു കയറിയാൽ അടുത്തയാൾ ഓട്ടോറിക്ഷ വിളിച്ചു വരും. 3-മത്തെ പുള്ളി അങ്ങോട്ട് പോയി ആംബുലൻസിൽ നിന്ന് ഡെഡ് ബോഡി മാറ്റി വെച്ചും ഈ പുള്ളി കയറി കിടന്ന് തിരിച്ചു വരും. അത്ര വേഗത്തിലാണ് 3 പേരും കൂടെ വരുന്നത്. തുപ്പിയാലും ശ്വാസിച്ചാലും പോകാത്ത ഒരു സാധനം. 70 വയസ്സ് കഴിഞ്ഞവരോട് നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ചോദ്യചിഹ്നം പോലെ നിൽക്കാറേ ഉള്ളൂ. ഇനി എത്ര നാൾ എന്നാണ്. അപ്പം ഈ എത്ര എന്ന ചോദ്യം മരണം വരെ വിട്ടു പോകുന്നില്ല. ഈ ലോകത്തിൽ 70-ഉം 80-ഉം ഒക്കെ ആണെങ്കിലും ഞാൻ പറയാറുണ്ട്, ഞാനിങ്ങനെ കൊട്ടാരക്കര തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പം ഏതാണ്ട് 150 കിലോമീറ്റർ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കണം. അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കോട്ടയം ചെല്ലുമ്പോൾ ഒരു പകുതി ആശ്വാസം ബോർഡ് കാണും, അങ്കമാലി 95 കിലോമീറ്റർ. എനിക്ക് മനസ്സിലാകും പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. കൂത്താട്ടുകുളം മൂവാറ്റുപുഴയൊക്കെയാണ് ഒരു ചായ കുടിക്കുന്ന സ്ഥലം. മൂവാറ്റുപുഴ ചെല്ലുമ്പോൾ കാണാം അങ്കമാലി 35 കിലോമീറ്റർ. സന്തോഷം ഇങ്ങനെ നുരപൊന്തി വരാൻ തുടങ്ങും. പെരുമ്പാവൂർ ചെല്ലുമ്പോൾ 20 കിലോമീറ്റർ, കാലടി ചെല്ലുമ്പോൾ 7 കിലോമീറ്റർ. അപ്പം എനിക്ക് സന്തോഷമുണ്ട്, പിന്നെ ഇരിക്കാൻ വയ്യ, അത്ര സന്തോഷമാണ്. കാര്യം വല്ലതും മനസ്സിലായോ? ഈ ദൂരമെല്ലാം ഓടിക്കഴിയുമ്പം ബോർഡിനകത്ത് എൻ്റെ വീട്ടിലേക്കുള്ള കിലോമീറ്ററിൻ്റെ ദൂരം കുറഞ്ഞു വരുമ്പം ഒരു സന്തോഷം എൻ്റെ അകത്തുണ്ടാകുന്നത് പോലെ ജീവിതത്തിൽ ഓരോ പ്രായങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വരുമ്പം കാലം കൊണ്ട് നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമുണ്ട്. വന്നത് ശാപമാണെന്നും ദുരിതമാണെന്നും ദുഃഖമാണെന്നും അല്ല പറയേണ്ടത്. ഇതെല്ലാം സിഗ്നലുകളാണ്. നിന്റെ വീടിനോട് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സിയോൻ പ്രയാണികളെ സംബന്ധിച്ച് ഇതൊന്നും നമ്മെ തളർത്തുന്ന വിഷയങ്ങളല്ല. സിയോൻ പ്രയാണികൾ എന്ത് വന്നാലും പറയും, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോൾ ഉള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ദൂരന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാനും കഴിയത്തില്ലെന്ന് മാത്രമല്ല, ഈ സിഗ്നലുകളെല്ലാം എൻ്റെ സ്വർഗീയ വീട്ടിൽ ഞാൻ ചെന്നെത്താറായി എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന ഒരു കാലഘട്ടം. എന്തിനാണ് അധികം നമ്മൾ സമ്പാദിക്കുന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനിങ്ങനെ പറയും, ഈ ഏക്കർ കണക്കിനൊക്കെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഒരു കണക്കിലും മണ്ടന്മാരാണെന്ന് പറയാറുണ്ട്. എല്ലാ കണക്കിലും അല്ല. കാരണം നമ്മുടെ കയ്യിലൊക്കെ 1-2 ഏക്കർ ഉണ്ടെങ്കിൽ ഇപ്പം കുറിച്ചിട്ടോ നിങ്ങൾ മരിച്ച് ഒരു 10 കൊല്ലം കഴിയുമ്പം അബ്രഹാം പിതാവിനോടൊന്ന് പറയണം, ഞാൻ വിളപ്പിൽ ശാല വരെ ഒന്ന് പോയേച്ച് വരാം, എൻ്റെ 1.5 ഏക്കറും എൻ്റെ മക്കളും സുഖമായിരിക്കുന്നോ എന്നൊന്ന് അന്വേഷിച്ചേച്ച് വരാം. അബ്രഹാം പിതാവ് പറഞ്ഞു, പോയിട്ട് വാ, വൈകുന്നേരമാകുമ്പോഴേക്കെങ്കിൽ തിരിച്ചെത്തണം കേട്ടോ. ഒരു ഭാവന. നമ്മളങ്ങനെ പതൊക്കെ ചാണ്ടി
ഇവിടെ വരിക. എവിടെ? വിളപ്പിൽ ശാലയിൽ. ഇവിടെ വന്നപ്പം വീടൊന്നും കാണാനില്ല, 1.5 ഏക്കർ റബ്ബർ തോട്ടവും കാണാനില്ല, തെങ്ങിൻ തോട്ടവും കാണാനില്ല. എന്താ കാര്യം? നിങ്ങൾ ചത്ത് അടിയന്തരം കഴിയും മുമ്പേ അവനത് മുറിച്ച് വിറ്റിരിക്കും. മിക്കവാറും കുറെ ഫ്ലാറ്റുകളുടെ സമുച്ചയം കാണും. പിന്നെ വീട് ഏതാണെന്ന് മനസ്സിലാക്കാൻ വീട്ടുപേര് എഴുതി അറക്കപ്പറമ്പിൽ. ശരി, വീട്ടുപേര് കണ്ടുപിടിച്ചു, മകൻ്റെ പേരുമുണ്ട്, മനസ്സിലായി ഈ 2 നിലയാണ് അവൻ്റെ 1 നിലയിലുമല്ലാത്തവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. എൻ്റെതായ ശൈലി ഞാൻ പറയാണ് കേട്ടോ. അതാണ്ട് ഇതുപോലത്തെ ഒരു കൊച്ചൻ വന്ന് ചോദിച്ചു, ആരാ? നമ്മൾ ചോദിച്ചു, നീ ആരാ? നമുക്ക് മനസ്സിലായി നമ്മുടെ മകൻ്റെ കൊച്ചുമോനാ. പുള്ളി പറഞ്ഞു, നിങ്ങളാരാ? അവൻ പറഞ്ഞു, നീ ആരാ? നിങ്ങളാരാ? പുള്ളി പറഞ്ഞു, നിന്റെ അപ്പൻ്റെ അപ്പനാണ് ഞാൻ. ഉടനെ അവൻ്റെ അകത്തെന്ന് പറയും, മമ്മി ഒരു പ്രാന്തം വന്നിട്ടുണ്ട്, എന്താന്ന് വെച്ചാൽ കൊടുത്തു വിടാൻ പറയും. കാരണം നിങ്ങൾക്ക് കൊല്ലം പിടികിട്ടിയോ? ജീവിച്ചിരിക്കുമ്പോൾ ക്രയവിക്രയ സ്വാതന്ത്ര്യം ചെയ്യാമെന്നുള്ളതല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല പ്രിയപ്പെട്ടവരെ. സ്വന്തം എന്ന് പറയാൻ ലോകത്തിൽ ഒന്നുമില്ല. സമ്പാദിച്ചു കൂട്ടുന്ന ഒന്നും സ്വന്തമല്ല. ഞാൻ ഒറ്റവാക്കി പറയാം, വാഹനം സ്വന്തമാണോ? അല്ലെന്നാണ് പറയേണ്ടത്. കാരണം സർക്കാരിൻ്റെ വകയല്ലേ, അതുകൊണ്ടല്ലേ ടാക്സ് ഒക്കെ നമ്മൾ അടയ്ക്കുന്നത്. നമ്മുടെ ഭൂമി സ്വന്തമാണോ? അല്ലെന്നാ പറയുന്ന. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആധാരം എഴുതുമ്പം ഒരു പദം എഴുതും. ഞാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വസ്തു മേടിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, പണ്ടാരവക. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പണ്ടാരവക ഭൂമി. ഞാൻ ചോദിച്ചു, എന്തോ വെച്ചാൽ ഈ പണ്ടാരവക? അയാൾ പറഞ്ഞു, പണ്ട് ആരുടെയോ വക, അതിൻ്റെ പേരാ പണ്ടാരവക. ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടെ, തമാശയ്ക്ക് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. പണ്ടാരുടെയോ വക. അതുകൊണ്ടല്ലേ നമ്മൾ ടാക്സ് അടയ്ക്കുന്നേ. വീട് നമ്മുടെയാണോ? അല്ലെന്നേ, സർക്കാരിൻ്റെ അല്ലേ. അതുകൊണ്ടല്ലേ 1.5 കോടി രൂപയ്ക്ക് 750 രൂപ പഞ്ചായത്ത് ടാക്സ് അടയ്ക്കുന്നത്. അല്ല, ഈ റോഡ് നമ്മുടെയാണോ? അല്ലെന്നേ, അതുകൊണ്ടല്ലേ റോഡ് ടാക്സ് അടയ്ക്കുന്നത്. അല്ല, ഭാര്യയും ഭർത്താവും നമ്മുടെ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, കുടുംബകലഹം ഉണ്ടാക്കല്ലേ. ഒരർത്ഥത്തിലല്ല. എന്താ കാര്യം? മക്കൾ യഹോവ നൽകുന്ന അവകാശമെന്ന, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമെന്ന. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു? അവനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അമ്പും വില്ലും ചേർത്ത് പിടിച്ചിരിക്കുന്ന കാണാൻ ഭംഗിയുണ്ടെങ്കിലും അധിക നാൾ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അവരെ വിട്ടേ പറ്റത്തുള്ളൂ. 20-ാമത്തെ വയസ്സിൽ ഞാൻ മൂത്ത അമ്പിനെ പറഞ്ഞു വിട്ടു. 23-ാമത്തെ വയസ്സിൽ 2-ാമത്തെ അമ്പിനെയും പറഞ്ഞു വിട്ടു. മനസ്സിലായല്ലോ? പിള്ളേരെ കല്യാണം കഴിപ്പിച്ചെന്നായി പറഞ്ഞത്. അവരൊന്നും പിന്നെ തിരിച്ചു വരത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ പറയും, എടി ഒരു 10 ദിവസം വന്ന് ഇവിടെ നിൽക്കടി. പിള്ളേർ പറയും, വീട്ടിൽ കോഴിയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. കോഴിയാണോ പട്ടിയാണോ അമ്മയാണോ വലുത്? കോഴിയാ വലുത്. 25 കൊല്ലം വരെ നമ്മളായിരുന്നു വലുത്. പക്ഷേ 26-ാമത്തെ കൊല്ലം 10 പട്ടിയാണ്, 10 കോഴിയാണ് വലുത്. അതുകൊണ്ട് സ്വന്തം എന്ന് പറയാൻ ലോകത്തിൽ ഒന്നുമില്ല. ഭാര്യ സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ തക്കത്തോടെ ഇടയ്ക്ക് വന്നതല്ലേ, ഇടയ്ക്കത് ഇട്ടച്ച് പോകത്തില്ലേ. നമ്മൾ പോലും നമ്മുടെ സ്വന്തമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇന്ന് രാത്രിയിൽ വിളപ്പിൽ ശാലയിൽ ധൈര്യത്തോടെ നെഞ്ചിൽ കൈവച്ച് ചങ്കൂറ്റത്തോടെ അഭിമാനത്തോടെ അന്തസ്സോടെ 1,00,000 വാട്സിന്റെ സൗണ്ടിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിൽ സ്വന്തമെന്ന് പറയാൻ ഒന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അകത്ത് സ്വീകരിച്ചാൽ ഒരു സർക്കാരും അത് നിനക്ക് കെട്ടിയടക്കേണ്ടി വരില്ല. യേശുവിനെ ഹൃദയത്തിനകത്ത് നിന്ന് വെളിയിൽ തള്ളാൻ ഒരു സർക്കാരിനും കഴിയത്തില്ല. അതുകൊണ്ട് ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു, യേശുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും നഷ്ടം വന്നാലും അകത്ത് കിടക്കുന്ന കർത്താവ് സർവ്വഭൂമിക്കും അധികാരിയാകയാൽ യേശു സ്വന്തമായിട്ടുള്ളവർക്ക് ഈ ലോകം ഒരു പ്രശ്നമേ അല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടം വിട്ടുപോയാലും 5-ാമത്തൊരു വീട് 8.25 കോടിയിൽ പരം വരുന്ന സ്വത്തിനെ പിറകോട്ട് തള്ളിയ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, പിൻപിലുള്ളതിനെ ബാക്കി പറയാമോ? മറക്കണമെങ്കിൽ എവിടെ എറിയണം? അതോടെ പറ. മറക്കണമെങ്കിൽ എവിടെ എറിയണം? പണം, ബാക്കി വരുന്ന പണം ബാങ്കിലിടും. പാസ്ബുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും, ഒന്ന് എൻട്ര ചെയ്തതാ, പലിശ എത്ര കൂടിയെന്നറിയാനാ. ബാക്കി വന്ന ഭക്ഷണം എന്തോ ചെയ്യും? നിങ്ങളുടെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. ഇടയ്ക്ക് നമ്മൾ മണത്ത് നോക്കും, വളിച്ചോ പുളിച്ചോ എന്നറിയാനാ. ബാക്കി വരുന്ന സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ് ഫ്രിഡ്ജ്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെയല്ല പൗലോസ് അത് ഇട്ടത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാലത്തും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പേരാ വേസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. വീട്ടിനകത്ത് ചീഞ്ഞു നാറിയ സംഗതികൾ വിളപ്പിൽ ശാല സിറ്റിക്കകത്തുള്ള ആ വേസ്റ്റ് ബോക്സിൽ എറിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാറേ ഇല്ല. ഇതാ പൗലോസ് പറയുന്നത്, എൻ്റെ 8.25 കോടി സ്വത്തൊക്കെ ഉണ്ട്, ഞാൻ എവിടെ എറിഞ്ഞെന്നറിയാമോ? വീടും എടുക്കാവുന്ന വിധമല്ല എറിഞ്ഞത്, പിൻപിലുള്ളതിനെ മറന്നു.
പിൻപിലുള്ളതിനെ മറന്നു. എന്നിട്ട് അഞ്ചാമത്തെ വീട്, വാർദ്ധക്യം കുളിരുകോറിയ ചർമ്മം പുതയ്ക്കുവാൻ ഒരു പുതപ്പ് ആ മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വായിക്കുവാൻ ഒരു ലിഖിതം മറന്നുപോയി. പക്ഷെ മറന്നുപോകാതെ അഞ്ചാമത്തെ വീട് അകത്ത് സൂക്ഷിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ അഴിയാത്തൊരു വീട് മരക്കിട്ടുറപ്പിക്കുവാൻ സുഹൃത്തെ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. എന്നാൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് വാടകയ്ക്ക് കിടക്കുന്നവരാണെങ്കിലും ഞങ്ങൾ കരമടിച്ച് ആഘോഷത്തോടെ പറയുന്നു, ഞങ്ങൾക്കൊരു അഞ്ചാമതൊരു വീടുണ്ട്, അഴിയാത്തൊരു വീടുണ്ട്. സിമെന്റും കമ്പിയും കൂടെ കൂട്ടിക്കുഴച്ച കോൺക്രീറ്റിന്റെ കുരിശിൽ മരിച്ച കർത്താവിനെ അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെയാ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയട്ടെ, ആത്മീക ആഹാരത്തിന് നിത്യജീവന് പ്രാധാന്യം നൽകുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വീട്ടിനകത്തൊരു മെമ്പർഷിപ്പ് കരസ്ഥമാക്കിയവർ ഇരു കരവും ചേർത്തടിച്ച് ഇന്ന് രാത്രി പറയണം, അഞ്ചാമത്തെ വീടാണ് എന്റെ ശരിയായ വീട് എന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യം ഞാനങ്ങ് വിടുകയാണ്. വിറ്റും നട്ടും തിന്നും, തിന്നണം, കുടിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ ഇതിനേക്കാൾ അമിത പ്രാധാന്യമൊന്നും അതിന് നൽകരുത്. പെരുവയറന്മാർ, ക്രേത്തയിലെ ആളുകൾ, വയറിനുള്ളവർ എന്നുള്ള പദങ്ങളൊക്കെ ബൈബിളിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കണ്ടമാനം വാരി വലിച്ച് എന്ത് ചെയ്യരുത്, തിന്നാതിരിക്കുന്നതാണ് നല്ലത്. ചില ആളുകൾക്ക് വയറൊക്കെ മാന്തണമെങ്കിൽ സ്കെയിലിലേക്ക് വെച്ച് കെട്ടേണ്ടി വരും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. മാറാരോഗങ്ങളൊക്കെ പിടിക്കാതിരിക്കുക. നമുക്ക് മുന്നോട്ട് പോകാം. ആത്മീയ ആഹാരത്തിന് ചെവി കൊടുക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭായോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, ഒരു സഭായോഗത്തിൽ 1 മണിക്കൂർ ദൈവത്തെ ആരാധിക്കണം, 1 മണിക്കൂർ വചനം സംസാരിക്കണം. അതൊന്നുമില്ലാത്ത സഭായോഗം എന്ത് സഭായോഗമാണ്? സുവിശേഷ യോഗങ്ങൾക്ക് വേണ്ടി യോഗം വെച്ചിട്ട് അവസാനം സുവിശേഷ പ്രസംഗത്തിന് മാത്രം സമയം ഉണ്ടാകത്തില്ല. യോഗം ഞങ്ങളുടെ പേരിലാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ ഇവിടെ സമയമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിറ്റും നട്ടും തിന്നും കുടിച്ചും പോകുന്ന കാലമായിരുന്നു. ആത്മീയത്തിന് വലിയ പ്രസക്തി ഇല്ലായിരുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ആത്മീകാനുഭവത്തിലേക്കൊന്ന് മടങ്ങി വരാം. രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. ഒരു ബ്രേക്കിന് വേണ്ടി പറയുകയാണ്. എനിക്കത് ഒത്തിരി പറഞ്ഞാൽ കൊള്ളാമെങ്കിലും ഇതൊരു കൺവെൻഷൻ വേദി ആയതുകൊണ്ട് പരിമിതികൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്, വിശദീകരിച്ച് പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തനിക്ക് ബോധിച്ചവരെയെല്ലാം ഭാര്യമാരായിട്ട് എടുത്തു. ഇവിടുത്തെ തർക്കങ്ങളും വാദങ്ങളൊക്കെ അറിയാം. ദൂതന്മാരാണ് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദൂതന്മാരല്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് ദൂതന്മാർക്ക് വംശവർദ്ധനവിന് കഴിവില്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അവിടെ എല്ലാവരും സ്വർഗത്തിൽ ദൂതന്മാരെ പോലെ ആകുന്നു എന്ന് അതിൻ്റെ ഉടമസ്ഥനായ കർത്താവ് പറഞ്ഞ കാര്യവും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കൊള്ളണം. ഈ സംഭവം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശപിക്കപ്പെട്ട തലമുറയിൽപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ട തലമുറയിൽപ്പെട്ടവരും തമ്മിലുള്ള വിവാഹം നടന്നു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം തമ്പുരാൻ അതിഭയങ്കരമായി കോപിക്കുന്നതും അവരുടെ മേൽ ശിക്ഷാ നടപടികൾ നടത്തുന്നതും ജലപ്രളയം ലോകത്തിലേക്ക് വരുന്നതും. ദൈവം ദുഃഖിക്കുകയാണ്. ഞാൻ മറയില്ലാതെ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ മറച്ചു കെട്ടി പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. അവിടെ നേരിട്ട് പറയുകയാണ്, ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇവിടെ 8 ആൺകുട്ടികൾ വന്ന് ഒരു മനോഹരമായ പാട്ടുപാടി. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ സഭയിൽ ഇത്രയും പിള്ളേരുണ്ടല്ലോ, വളരെ മിടുക്കന്മാരായ പിള്ളേർ. അതിന് തക്കവണ്ണം പെൺപിള്ളേരും കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. യൂത്തിൻ്റെ ഒരു പ്രസൻസ്, സാന്നിധ്യമുള്ള ദൈവസഭയാണ്. അവരോടൊക്കെ ആയിട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഈ പാട്ട് പാടി കഴിഞ്ഞ് പിന്നെ കട്ടൻ കാപ്പി കുടിക്കാൻ പോയിരിക്കുന്നവരോ പുറകെ പോയിരിക്കരുത് കേട്ടോ. മുമ്പിൽ വന്നിരുന്ന് സ്റ്റേജിൽ വന്ന് പാടുന്ന പിള്ളേരൊക്കെ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കണം. പാട്ട് വെറുതെ ഒരു കലാപരിപാടിയായിട്ടൊന്നും കാണരുത്. നിങ്ങളോട് ഒരപ്പൻ്റെ പ്രായത്തിൽ നിൽക്കുന്ന ഒരു പിതാവെന്ന നിലയിൽ സ്നേഹപൂർവ്വം പറയുകയാണ്, കുറിച്ചിടണം മനസ്സിനകത്ത്.
രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിക്കരുത്. സ്തോത്രം. അതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഒന്നുകൂടെ പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിക്കരുത്. കുറച്ച് മതപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ മുൻനിർത്തി, സാഹോദര്യമൊക്കെ മുൻനിർത്തി, മതസൗഹാർദ്ദമൊക്കെ മുൻനിർത്തി നിങ്ങൾ ചോദിച്ചേക്കാം, കല്യാണം ആരെ കഴിച്ചാൽ എന്താണ് കുഴപ്പം? വിവാഹം എല്ലാവർക്കും മാന്യമല്ലേ, കിടക്ക നിർമ്മലമല്ലേ എന്നൊക്കെ പറഞ്ഞേക്കാം. വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോഴൊക്കെ കേട്ടോ. യുവജന ക്യാമ്പിലൊക്കെ പിള്ളേർ പങ്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പല വിഷയങ്ങളും പങ്കെടുത്ത് ഉച്ച കഴിഞ്ഞ് പിള്ളേർ നിൽക്കാറില്ല, പലരും വീട്ടിൽ പോകും. വലിയ താല്പര്യമൊന്നുമില്ല പലർക്കും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കീഴിലത്തെ വെച്ചൊരു യുവജന ക്യാമ്പിൽ ഞാൻ ഉച്ചയ്ക്ക് ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഉച്ച ബ്രേക്കാണ്, ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഉച്ച കഴിഞ്ഞ് ഞാൻ എടുക്കുന്ന വിഷയം ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് കല്യാണം കഴിക്കണോ അതോ കാർന്നന്മാർ ആലോചിച്ച് കല്യാണം കഴിക്കണോ? പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഒരെണ്ണം പോയിട്ടില്ല. എങ്ങോട്ട്? ഭക്ഷണം കഴിക്കാൻ പോലും പോകാതെ അവളത് നിൽക്കുന്നത്. അത് അറിഞ്ഞിട്ടേ അടുത്ത കാര്യമുള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയമായി പറയുന്നത്, ഒരു രാജ്യത്ത് ഞാൻ സന്ദർശനം നടത്തുമ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, അങ്ങളെക്കുറിച്ച് വിശാല മനസ്സോടെ ചിന്തിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, അത്രയൊന്നും വിശാലയൊന്നുമില്ല മോളെ. എന്നോട് ചോദിച്ചു, ഞാൻ ഒരു കറുത്ത വർഗക്കാരനെ കല്യാണം കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു എന്ത് കുഴപ്പം, അതും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അല്ലാതെ നൈജീരിയക്കാരനാണ്, ഏത് രാജ്യക്കാരൻ എന്താ കുഴപ്പം? കുറേ പറഞ്ഞു എന്നപ്പം പറഞ്ഞു, അല്ല അങ്കിളെ അത് മറ്റൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടവനല്ല, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ പറ്റത്തില്ല. കറുപ്പാണോ എന്നുള്ളതോ നൈജീരിയക്കാരനാണോ എന്നുള്ളതൊന്നും എൻ്റെ പ്രഥമ വിഷയങ്ങളൊന്നുമല്ല. പക്ഷേ അതൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആലോചിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരാൾ രക്ഷിക്കപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനെ വേദപുസ്തകം ശക്തമായി എതിർക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസിലെ പിതാവായ അബ്രഹാമിലേക്ക് തുടങ്ങിയാൽ അബ്രഹാം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്, വേറെ ഈ വിഭാഗത്തിൽ നിന്ന് പെണ്ണെടുക്കരുതെന്ന്. ഒരു കല്യാണത്തെയും നമ്മൾ അവഹേളിക്കാറില്ല. ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരവരുടെ മതവിശ്വാസം പോലെ കല്യാണം കഴിക്കുന്നതിന് നമ്മളെതിരല്ല. അതുകൊണ്ടാണ് ഏത് കല്യാണത്തിന് വിളിച്ചാലും നമ്മൾ പോവും. നമ്മൾ പോവുകയും ചെയ്യും, കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, ചാപ്പാടും കഴിക്കും. മരണാനന്തര പ്രക്രിയകളെ നമ്മൾ മുടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കല്യാണം നമ്മൾ അവരെയും വിളിക്കും. അതൊന്നും വലിയ പ്രശ്നങ്ങളുള്ള കാര്യമല്ല. നീ ഏത് ജാതിയിലും മതത്തിലും പെട്ടവർ കല്യാണം കഴിച്ച് മക്കളുമായി ജീവിക്കുന്നവർ രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭയിൽ വന്നാൽ നമ്മളവരെ സ്നാനപ്പെടുത്തത്തേ ഉള്ളൂ, അല്ലാണ്ട് കല്യാണം കഴിപ്പിക്കത്തില്ല. അപ്പം കല്യാണം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതാണ്, എന്ത് മതവിശ്വാസമാണോ നിങ്ങൾ പുലർത്തുന്നത് അതനുസരിച്ചുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നമായി തീരുമെന്നാണ്. മറ്റു മതങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എൻ്റെ ആൺകുട്ടികളോടും പെൺമക്കളോടൊക്കെ ഞാൻ പറയുന്നത്, ചില പിള്ളേർക്കൊക്കെ ഒരു ചിന്തയുണ്ട് കേട്ടോ. ഒരിക്കൽ യൂത്ത് ക്യാമ്പിൽ പെങ്കൊച്ചു ചോദിച്ചു, ഫാസ്റ്റ് അത്രയും അങ്ങോട്ട് കടുംപിടുത്തം പിടിക്കരുത്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു, ആ ആത്മാവിനെയും കൂടെ, ബാക്കി നിങ്ങൾ പറ, ആ ആത്മാവിനെയും കൂടെ. എന്തോ ആത്മഭാരമാണ് ചിന്തിച്ച്, ദൈവമേ അങ്ങനെ ഒരാത്മാവിനെ മാത്രം നേടാനുള്ള ഭാരമേ ഉള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഈ ആന കുഴിച്ചാടിയാൽ കാട്ടുപോത്തി എന്നാലൊന്നും എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിന് ആന തന്നെ ചെല്ലണം. എൻ്റെ പൊന്നു സുഹൃത്തെ, പൊന്നു മക്കളെ, പാപ ശമ്പള മരണ നരക ന്യായവിധി എന്ന ആ പടുകുഴിയിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ നിന്റെ പ്രേമലേഖത്തിന് ഒരിക്കലും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനല്ലാതെ, ക്രൂശിൻ്റെ രക്തത്തിനല്ലാതെ, വചനം പറയുന്ന രക്ഷകന്റെ രക്ഷാ ദൗത്യത്തിനല്ലാതെ ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നവരൊക്കെ വിവാഹങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ട് തീർത്ത് പറയുകയാണ്, ഞാനിത് പറയുമ്പോൾ നിങ്ങളോടൊരു ഒരു ദൂതും കൂടെ ഞാൻ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന. കാരണം ഒത്തിരി പറയേണ്ട, ആ വേദി നമ്മുടെ എല്ലാത്തുകൊണ്ട്, ഈ വേദി നമ്മുടെ എല്ലാത്തുകൊണ്ട് ഞാനത് പരസ്യമായിട്ട് അധികം വലിച്ചു കീറി അങ്ങനെ തേച്ചൊട്ടിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞു വരട്ടെ.
ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ. ഈ പാസ്റ്റർ അല്ലെങ്കിൽ ഞാനൊക്കെ 43 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് പിള്ളേർ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അട്ടെ, ഈ പാസ്റ്റർ മണിദാസ് പാസ്റ്റർ ആകട്ടെ, രാജൻ പാസ്റ്റർ ആകട്ടെ, ഈ ഇരിക്കുന്ന പാസ്റ്റർമാരാകട്ടെ, ഒരു ജലദോഷം വന്നാലൊന്നും നമ്മൾ ആരാധന മുടക്കത്തില്ല. പുതിയ ആളുകളോടല്ല ഈ പറയുന്നത്. ഒരു രോഗം വന്നാലും നമ്മൾ യേശുവിനെ വിട്ടേച്ചു പോവോ? പോകത്തില്ല പാസ്റ്റേ. ഞാൻ ഒന്നുകൂടെ കടത്തി അങ്ങോട്ട് പറഞ്ഞോട്ടെ. ഒരു ആക്സിഡന്റ് വന്നെന്ന് കരുതിയോ, ഒരു കാല് മുറിച്ചെന്ന് കരുതിയോ, ഷുഗർ വന്നെന്ന് കരുതിയോ, ക്യാൻസർ വന്നെന്ന് കരുതിയോ, ഡയാലിസിസ് ചെയ്യേണ്ടി വന്നെന്ന് കരുതിയൊന്നും നമ്മളെപ്പോലുള്ള ഒരു കർത്താവിന് വിട്ടേച്ച് പോകത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? പലതും നമ്മൾ അനുഭവിച്ച ഇവിടം വരെ എത്തിയത്, കഠിനമായ പരിശോധനകളും കഠിനമായ നിന്ദകളൊക്കെ സഹിച്ച ഇവിടം വരെ നമ്മൾ എത്തിയത്. അതുകൊണ്ട് പിശാചിന്റെ കാര്യം അറിയാം. ഈ ഇരിക്കുന്ന വമ്പന്മാരെ വീഴ്ത്താൻ ഇനി ചെറിയ പരിപാടിയൊന്നും നടക്കത്തില്ല. നടക്കുന്നൊരു പരിപാടി പറയാം. ഗുണമുണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സ് പൊടിയുന്ന ഒരു സ്ഥലമുണ്ട്, ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടയുന്ന ഒരു സ്ഥലമുണ്ട്. അത് തലമുറകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കിടന്നുറക്കമില്ല നമുക്ക്. അതുകൊണ്ടല്ലേ മകനെ തന്നെ ചോദിച്ചത് അബ്രഹാമിനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയത്. പിശാചൊരു കാര്യം മനസ്സിലാക്കി, യോയിവാറക്കിലെ നിന്റെ പ്രസംഗം നിർത്താൻ രോഗം തന്നാൽ ഒക്കത്തില്ല, കഷ്ടത തന്നാൽ ഒക്കത്തില്ല, പട്ടിണി തന്നാൽ ഒക്കത്തില്ല. പക്ഷെ നിന്റെ പിള്ളേരെ ഞാൻ പിടിച്ചാൽ നീ വീഴുമെന്ന് എനിക്കറിയാം. കാരണം പിള്ളേർക്ക് നാം പഴയ പോലത്തെ പാട്ടില്ല, പ്രാർത്ഥനയില്ല, നമ്മളെപ്പോലെ വില കൊടുത്തവരല്ല, അവരെ പെന്തക്കോസ്ത് ജനിച്ചു വളർന്നവരല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെയും ദൈവമക്കളെയും പ്രാർത്ഥിച്ചു മാത്രം മുന്നേറിയ ദൈവമാതാപിതാക്കളെയും ഒക്കെ വീഴ്ത്താൻ പിശാച് കണ്ടുപിടിച്ച ഒരു ആയുധമാണ് തലമുറകൾ. അതുകൊണ്ട് തലമുറകളെ, ഞങ്ങൾ 43 കൊല്ലം ഉയർത്തിപ്പിടിച്ച ഈ വേദപുസ്തകം, ഞങ്ങൾ 50 കൊല്ലം ഉയർത്തിപ്പിടിച്ച ഈ യേശുവിനെ, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് അന്തസ്സോടെ പറഞ്ഞ് ജീവിച്ച ഞങ്ങളെ നാണം കെടുത്തി ഞങ്ങളെ മൂലക്കിരുത്തുവാൻ നിങ്ങളെ കയ്യിൽ ആയുധമായി പിശാച് ഉപയോഗിക്കാൻ വെല്ലുവിളിച്ചാൽ ഈ പുസ്തകമോർത്ത്, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതമോർത്ത്, ഞങ്ങൾ വില കൊടുത്തതോർത്ത് ഞങ്ങളുടെ പ്രസംഗം നിർത്താതിരിക്കാൻ, ഞങ്ങളുടെ പാട്ട് നിന്നു പോകാതിരിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുവാൻ കഴിയും. യേശുവല്ലാതെ, യേശുവല്ലാതെ, ഏകരക്ഷകനല്ലാതെ, ഈ മാർഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളുമായിട്ടല്ലാതെ ഒരു വിവാഹ ബന്ധത്തിലേക്ക് വരാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ നമുക്ക് ഇടയിൽ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങൾക്കറിയാമോ, എനിക്ക് പറയാൻ സംഗതികളുണ്ടെങ്കിലും പറയുന്നില്ല. എൻ്റെ അറിവിൽപ്പെട്ട ഒത്തിരി ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ നിന്നുപോയിട്ടുണ്ട്. അവർക്ക് പ്രസംഗം അറിയില്ലാത്തതല്ല, ഇപ്പോഴും പ്രസംഗം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ നിർത്തി പാസ് എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? തലമുറകൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാ. അതുകൊണ്ട് വല്ലാത്ത ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ഒന്ന് കരമടിച്ച് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് അപമാനം വരുന്ന, പത്രത്തിൽ അപമാന വാർത്ത വരുന്ന ഒരു സംഭവം ഞങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കുവാൻ, ഞങ്ങളുടെ തലമുറകളെ നോട്ടമിടാതിരിക്കുവാൻ, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ, ഇരുട്ടത്ത് ഞാനിന്മേൽ വില്ല് കുലച്ച് അസ്ത്രം തൊടുക്കുന്ന ദുഷ്ടന്റെ അമ്പുകൾ തലമുറയ്ക്ക് വരുന്ന പതിക്കാതിരിക്കുവാൻ ആത്മഭാരമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇഷ്ടമല്ലാത്ത, ദൈവികമല്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെടരുത്. ഒന്ന് കണ്ണടച്ചേ ദൈവമക്കളെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ ഈ പ്രസംഗത്തിൻ്റെ മുമ്പിൽ പാസ്റ്റങ്ങളെ, എൻ്റെ യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളുമലായിട്ടല്ലാതെ ഞാനൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയില്ലെന്ന് പറയാൻ വിശ്വാസമുള്ള, ചങ്കൂറ്റമുള്ള, തീരുമാനമുള്ള എത്ര യുവതി യുവാക്കന്മാർ ഈ മീറ്റിങ്ങിലുണ്ട്? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എന്നിട്ട് സ്തോത്രക്കാഴ്ചെടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ മക്കളെ, ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ ശക്തിയോടെ. സ്വർഗീയ പിതാവേ,
ഇന്ന് രാത്രി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറയ്ക്ക് മേൽ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കണ്ണുകളെ കർത്താവേ, മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വ്യാജമായ സ്നേഹത്തിന്റെ പേരിൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്ന സ്നേഹബന്ധങ്ങൾ വ്യാപരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഉള്ള ബന്ധനങ്ങളെ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിനെ പൊട്ടിച്ചു മാറ്റുകയോ. അവർ കർത്താവിന്റെ മക്കളായിട്ട് തീരട്ടെ. കുറച്ച് വൈകിയാലും ദൈവർക്ക് നല്ല കുടുംബജീവിതങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നവരെ സഹായിക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.